ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ കപ്പ് ആര് ഉയർത്തുമെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 24 മത്സരാർത്ഥികളുമായി ആരംഭിച്ച് യാത്ര ഗ്രാൻഡ് ഫിനാലേക്ക് അടുക്കുമ്പോൾ 5 മത്സരാർത്ഥികളാണ് വീടിനകത്ത് ശേഷിക്കുന്നത്. അനീഷ്, അനുമോൾ, അക്ബർ, നെവിൻ, ഷാനവാസ് എന്നിവരടങ്ങുന്ന ഫൈനലിസ്റ്റുകൾ. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ടൈറ്റിൽ ആര് നേടുമെന്നാണ് അറിയാനുള്ള കാത്തിരിപ്പിലാണ് പ്രേക്ഷകർ എല്ലാവരും. ഏഴിന്റെ പണി എന്ന ടാഗ്ലൈനുമായി ആരംഭിച്ച സീസൺ 7 മറ്റ് സീസണുകളിൽ നിന്നും തികച്ചും വ്യത്യാസപ്പെട്ടിരുന്നു. പല ടാസ്കുകളും ഏഴിന്റെ പണിയാണ് മത്സരാർത്ഥിക്ക് ബിഗ് ബോസ് നൽകിയത്. ഏറെ സംഘർഷഭരിതമായിരുന്നു പല എപ്പിസോഡുകളും. എന്നാൽ ആദ്യ ദിവസം മുതൽ മത്സരബുദ്ധിയോടെ അതിജീവിച്ച് 100 ദിവസം പിന്നിട്ടവരിൽ ആര് കപ്പ് ഉയർത്തുമെന്ന ചോദ്യത്തിന് അവസാന നിമിഷം കൃത്യമായ ഉത്തരമില്ലെന്നാണ് സത്യാവസ്ഥ. ബിഗ് ബോസ് വിജയെ കാത്തിരിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. എന്നാൽ ഈ സീസണിൽ ചില ടാസ്കുകളും നിയമങ്ങളും സമാനതകളിൽ കുറവ് വരുത്തിയിട്ടുമുണ്ട്. ഈ സീസണിൽ ബിഗ് ബാങ് വീക്ക് ടാസ്കുകളിൽ മത്സരാർത്ഥികൾ നേടിയ തുക ഗ്രാൻഡ് പ്രൈസിൽ നിന്നാണ് കുറയ്ക്കുന്നത്. ഇതോടെ 50 ലക്ഷത്തിൽ നിന്ന് കുറഞ്ഞത് 45.2 ലക്ഷം രൂപയാണ് ലഭിക്കുന്നത്. ഇതിനു പുറമെ സ്പോൺസർമാർ പ്രഖ്യാപിക്കുന്ന കാറുകളും മറ്റ് പ്രൈസ് സമ്മാനങ്ങളും വിജയെ കാത്തിരിക്കുന്നുണ്ട്. 100 ദിവസം പൂർത്തിയാക്കുമ്പോൾ ഓരോ ഫൈനലിസ്റ്റും നേടിയ പ്രതിഫലത്തിന്റെ ഏകദേശ കണക്കുകൾ പരിശോധിക്കാം. 5 പേരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നത് നടി അനുമോളാണ്. ഏറ്റവും കുറവ് പ്രതിഫലം അനീഷിനും. ഒരു ദിവസം പ്രതിഫലമായി അനുമോൾക്ക് ലഭിക്കുന്നത് 65,000 രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതനുസരിച്ച് പ്രതിഫലമായി മാത്രം അനുമോളുടെ കയ്യിലെത്തുക 65 ലക്ഷം രൂപയാണ്. നടൻ ഷാനവാസിന്റെ പ്രതിദിനം 35,000 രൂപയാണ് പ്രതിഫലമായി ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇതിനനുസരിച്ച് ഷാനവാസിന്റെ കയ്യിലെത്തുക 35 ലക്ഷം രൂപയാണ്. അക്ബറിന് ഒരു ദിവസം ലഭിക്കുന്നത് 5,000 രൂപയാണ്. ഈ കണക്കുകൾ ശരിയാണെങ്കിൽ 5 ലക്ഷം രൂപയാണ് രൂപയോടെ ലഭിക്കുന്നു. അക്ബറിന് സമാനമായ പ്രതിഫലം തന്നെയാണ് നെവിനും കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ട്. നെവിനും 5 ലക്ഷം രൂപ കൈകളിലെത്തും. ഏറ്റവും കുറവ് കോമറായി എത്തിയ അനീഷിനാണ്. ഇവർക്ക് 3,500 മുതൽ 5,000 രൂപ വരെയാണ് പ്രതിദിന ശമ്പളം.